എന്തൊരു അവസ്ഥയാ. എന്റെ കയ്യിൽ വരുന്ന വണ്ടികൾ മാത്രം റോഡിൽ വരുമ്പോ നിന്ന് പോവാ. ദൈവമേ, ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി തരണേ പ്ലീസ്. ഒന്ന് സ്റ്റാർട്ടാക്കി താ. നിനക്കും എന്റെ റാണിയെ പോലെ മനുഷ്യര് പറയുന്ന കാര്യങ്ങളും മനസ്സിലായിരുന്നെങ്കിൽ എത്ര നന്നായി എന്നെ. ഇവിടെ ഇനി വർക്ക്ഷോപ്പൊക്കെ ഉണ്ടോന്ന് ഞാൻ ആരോട് പോയി ചോദിക്കാനാ? ഓ, ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിനൊക്കെ കാരണം ആ കള്ളച്ചെറുക്കനാ. ഇന്ന് സംഭവിച്ചതിന് എല്ലാം കാരണം അവൻ ഒരാളാ. ഗേൾഫ്രണ്ട് ഫോൺ ചെയ്ത് കഴിഞ്ഞാ ഫോൺ എടുത്ത് എന്താ എവിടെയാണെന്നൊക്കെ അപ്പൊ തന്നെ ചോദിക്കണ്ടേ? അതാ നല്ല കാമുകന്മാരുടെ ലക്ഷണം. ഇവനോട് എന്ത് പറയാനാ? അയ്യോ എന്റെ ദൈവമേ, എന്റെ അമ്മയുടെ പ്രാർത്ഥനയൊക്കെ നന്നായിട്ട് ബലിക്കുന്നുണ്ട്. ഇത്ര അടുത്ത് തന്നെ ഒരു സ്കൂട്ടർ വർക്ക്ഷോപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതേ ഇല്ല. ദൈവമേ, പറയുന്ന പോലെ നീ എത്ര വലിയവനാ. സൈഡ് സ്റ്റാൻഡ് പോലും ശരിയല്ല. സെൻട്രൽ സ്റ്റാൻഡ് പിന്നെ അപ്പോഴേ ശരിയല്ലല്ലോ. എന്നെ ചതിച്ചു കളഞ്ഞു. ഹലോ, എക്സ്ക്യൂസ് മീ. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? വർക്ക്ഷോപ്പ് ആണല്ലോ ഇത്. എന്നിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. സത്യ, 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 ഈ പയ്യൻ ഇത് എങ്ങോട്ടായി പോയത്? ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്ന ആന്റി. വർക്ക്ഷോപ്പ് ഇങ്ങനെ അനാഥമായിട്ടിട്ടാ ബിസിനസ് ഒക്കെ പിന്നെ എങ്ങനെ നടക്കാനാ? ഈ കാലത്ത് ഇത്രയും ലക്ഷണമുള്ള പെൺകുട്ടികളൊക്കെ ഈ നാട്ടിലുണ്ടായിരുന്നു. പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ വിട്ടാ ബിസിനസ് ഒക്കെ എങ്ങനെ നടക്കും ആന്റി? കൺമുന്നിൽ തന്നെ കിഡ്നിയൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന കാലം ഇത്. വണ്ടിയുടെ ഓണർമാര് ഇതുപോലത്തെ വർക്ക്ഷോപ്പിലൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുവോ? ഒരുപാട് കാശ് കൊടുത്ത് മേടിച്ച സാധനങ്ങളുടെ മേലെ ഒരു ശ്രദ്ധയില്ലല്ലോ. ആളുകൾക്ക് ഒരു ബോധവും ഇല്ല. ഇതൊക്കെ ശരിക്കും വലിയ തെറ്റ് തന്നെയാ ആന്റി, അല്ലേ? ഇത് എന്റെ തന്നെ കടയാണ് മോളെ. ദൈവമേ, ഇനി എന്ത് ചെയ്യും? അറിയാതെ ഓരോന്ന് പറഞ്ഞു പോയി. അമ്മ, നിനക്കിതൊക്കെ ആവശ്യം? ഇവിടെ എപ്പോഴും ആളുള്ളതാ. ചിലപ്പോ എല്ലാരും കോഫി കുടിക്കാൻ പോയിട്ടുണ്ടാവും. അതെ ആന്റി, ശരിയാ. ഇപ്പൊ പോയതായിരിക്കും. പാവങ്ങള് എപ്പോഴും ജോലി ചെയ്തോണ്ടിരിക്കുന്നതല്ലേ. അവർക്കും എപ്പോഴെങ്കിലും ഒക്കെ കുറച്ച് റെസ്റ്റ് ഒക്കെ വേണ്ടേ? അതാവും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? അതെ ആന്റി, ഈ വണ്ടി ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് കംപ്ലൈന്റ് ആയി. എമർജൻസി ആയതുകൊണ്ട് തള്ളിക്കൊണ്ടാ ഞാൻ വന്നത്. കറക്റ്റ് ആയിട്ട് നടു റോഡിൽ വെച്ച് തന്നെ കംപ്ലൈന്റും ആയി. ഒന്ന് ശരിയാക്കി തരാമോ? എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല മോളെ. പിന്നെ ആരാ ഇത് ചെയ്യുന്നേ? ഇത് ശരിയാക്കുന്നയാള് ഈ ടൂൾസ് എല്ലാം വീട്ടിൽ വെച്ചിട്ട് വന്നു. ഞാനതിങ്ങ് കൊണ്ടുവന്നു. വന്നു നോക്കിയപ്പോ ഇവിടെ ആരെയും കാണുന്നുമില്ല. എനിക്കാണെങ്കിൽ അമ്പലത്തിൽ പോകാനുള്ളതാ. സമയാവുന്നു. എന്ന് വെച്ചാ ഈ ആളില്ലാത്ത വർക്ക്ഷോപ്പില് എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാണോ? ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മോളെ. നിനക്ക് നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയാലോ. നിന്നെ കണ്ടിട്ട് നല്ല സംസ്കാരമുള്ള വീട്ടിലെ കുട്ടിയാണെന്നാണല്ലോ തോന്നുന്നത്. എന്നെ ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോ തന്നെ നല്ല അഭിപ്രായം പറഞ്ഞ ഒരേ ഒരാളാ ആന്റി. എന്തായാലും മോളിവിടെ നിക്കുവാണല്ലോ. ദാ മോളെ, ഇത് ഞാൻ തന്നിട്ട് പോയിന്ന് പറഞ്ഞാ മതി. പിടിക്ക്. സത്യയുടെ കയ്യില് എത്ര കംപ്ലൈന്റ് ആയ വണ്ടി ഏത് രീതി കൊടുത്താലും നന്നാക്കി തരൂന്നാ ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. മോളുടെ വണ്ടി നന്നാക്കി തരും. ഇതും കൂടി അവളുടെ കൈ കൊടുക്കണേ.
ഗ്യാരേജിലെ മെക്കാനിക്ക് സത്യാണ്. ആരായിരിക്കും ഈ സത്യ? ആന്റി ആണെങ്കിൽ വലിയ ബിൽഡപ്പും തന്നിട്ടാ പോയിരിക്കുന്നെ. ആരെങ്കിലും ഒക്കെ ആവട്ടെ, വണ്ടി എങ്ങനെ ശരിയാക്കി തരുന്നേന്ന് നോക്കാലോ. അമ്മോ, അവള് കൊറേ പ്രാവശ്യം എന്നെ വിളിച്ചതാ. ഫോൺ എടുത്ത് സംസാരിച്ച ഇവർക്ക് ഡൗട്ട് ആവുമെന്ന് കരുതിയാ ഞാൻ എടുക്കാത്ത. പാവം കുട്ടി, അവൾ ഒറ്റയ്ക്ക് പോയി കാണും. ഞാനെങ്ങാനും അവളുടെ കോൾ എടുത്തിരുന്നെങ്കിൽ ആദ്യം അത് പിടിച്ചു വാങ്ങും. ആദ്യവും സിദ്ധാർത്ഥം കൂടെ എനിക്കിട്ട് പണിഞ്ഞതാന്ന് അവളോട് പറയായിരുന്നു. ചേട്ടാ വാ, ഇവിടെ ഇരിക്ക്. എത്ര സമാധാനമുള്ള സ്ഥലം അല്ലേ? പിക്നിക്കിന് പെർഫെക്റ്റ് വെതറാ. സന്ധ്യ ആവുന്നത് വരെ നമുക്കിവിടെ സമാധാനായിട്ട് ഇരിക്കാം. എന്ത് സന്ധ്യയാകുന്ന വരെയോ? ആ കഴുതക്കുട്ടി ഇന്ന് എനിക്ക് സ്വൈര്യം തരില്ല. നീ പറഞ്ഞത് കറക്റ്റ് ആദ്യ. എന്ത് നല്ല വെതറാ, എന്ത് പ്ലസന്റ് ആയിന്ന് അല്ലേ വേദാന്ത്? ഇത്രയും നല്ല ക്ലൈമറ്റില് വേദാന്തിന് ഞങ്ങളോട് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതിപ്പോ തന്നെ പറഞ്ഞൂടെ? ഷെയർ ചെയ്തോളൂ വേദാന്ത്. ഇനിയുള്ള ഞങ്ങളുടെ ഓരോ സമയവും വേദാന്തിന് വേണ്ടിയാ. എന്ത് പറ്റി ചേട്ടാ മുഖം ഇത്ര ഗ്ലൂമി ആക്കി വെച്ചിരിക്കുന്നത്? എന്ത് പറ്റി? ആരെങ്കിലും മിസ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടോ? മോളെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിക്രാന്തിന്റെ കൂടെ ഒന്ന് പുറത്തു പോണെന്ന്. പാവം, അവൻ വെയിറ്റ് ചെയ്യായിരിക്കും മോളെ. ഞാൻ പോയിട്ടേ അവനോട് കാര്യം പറഞ്ഞിട്ട് ഓടില്ല. അയ്യോ ചേട്ടൻ എവിടെ ഇരിക്കുക? നമുക്കതൊക്കെ സംസാരിക്കുന്ന കാര്യല്ലേ? എന്താ മോളെ നീ ഇങ്ങനെ വാശി കാണിക്കുന്നത്? പാവം, അവൻ വെയിറ്റ് ചെയ്യായിരിക്കും. അല്ല, അവിടെ വരെ പോയി സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്താ മോളെ? അങ്ങോട്ട് നോക്കിയേ. ഹായ് ചേട്ടാ. ഹായ് വിക്രാന്ത്. വന്നിട്ട് എത്ര നേരമായി? എനിക്ക് തന്നെ മെക്കാനിക്കൽ പണി അറിയായിരുന്നെങ്കിൽ ഞാൻ തന്നെ ചെയ്തേനെ ഇത്. അല്ല, ഓണറെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോയിട്ട് ഇറങ്ങി അങ്ങ് പോയേക്കോ. ഈ സത്യ എംപ്ലോയി ആയിട്ട് ഇത്രയ്ക്ക് കെയർലെസ് ആണെങ്കിൽ ഇനി ഓണർ എങ്ങാനും ആയിക്കഴിഞ്ഞാ പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. എന്തേച്ചി, സത്യനെ ഒന്ന് റിപ്പയർ ചെയ്യണമെന്നുണ്ടോ? എന്താ കാര്യം? ആരോട് വെച്ചിട്ട് എവിടെ കേറിയിരിക്കുന്നേ? എടാ വായാടി കുഞ്ഞു ഡൈനോസറെ, വീട്ടിലുള്ള ഹിപ്പോപ്പൊട്ടാമസിനെ വരെ വരച്ച വരയിൽ നിർത്തുന്ന ആളാ ഞാൻ. അപ്പോഴാ നിന്നെ പോലൊരു പീക്കിരി പയ്യൻ ആളറിയാതെ വെറുതെ കളിക്കാൻ നിക്കല്ലേ. സമാധാനായിട്ടിരി കുഞ്ഞു ഡൈനോസർ. എന്റെ സ്വഭാവം മാറ്റരുത്. ശരി ശരി. അല്ല മോളെ, നീ നിൽക്കുന്ന ഞങ്ങളുടെ ഏരിയയിലാണെന്നുള്ള കാര്യം ഓർത്തോണം. ഞങ്ങളോട് വലിയ ഡയലോഗ് അടിക്കാൻ വരല്ലേ. ഇത് സത്യയുടെ ഏരിയ ആണെന്നുള്ളത് മറക്കണ്ട. ഏയ്, അയാളെ തന്നെ ഞാനും നോക്കി നിൽക്കുന്നേ. ഓരോരുത്തർ വന്ന് സത്യ സത്യം എന്ന് പറഞ്ഞ് വലിയ ബിൽഡപ്പ് തരുവാണല്ലോ. വേഗം വരാൻ പറ, ഞാനും നിങ്ങളുടെ സത്യ വെയിറ്റ് ചെയ്താ നിൽക്കുന്നേ.
ഹലോ, അങ്ങനെ തോന്നിയ പോലെ ഒന്നും സംസാരിക്കാൻ പാടില്ല. റെസ്പെക്ട് കൊടുക്കണം. ഞങ്ങളുടെ സത്യയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല. എന്നെ കുറിച്ച് നിങ്ങൾക്കും അറിയില്ലല്ലോ. നിങ്ങൾക്ക് അറിയായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും എന്നോട് സംസാരിക്കില്ലായിരുന്നു. ആളുകൾ എന്നെ റൗഡി ബേബി എന്നാ വിളിക്കുന്നെ. അപ്പൊ തന്നെ മനസ്സിലായില്ലേ? വല്ല കോമഡി പറഞ്ഞു. എന്നെ കുറിച്ച് ശരിക്കും നിങ്ങൾക്ക് അറിയില്ല. എന്നെ അങ്ങനെ വെറുതെ പേടിപ്പിക്കാന്നൊന്നും വിചാരിക്കണ്ട. എടാ ഡിപ്രേ, ആരാ ഇവള്? അല്ല മോനെ, പഴയ മലയാള സിനിമയുടെ ഡയലോഗ് കാണാണ്ട് പറയാണല്ലോ. ബാക്കിയെല്ലാം സഹിക്കാം. റൗഡി ബേബി എന്ന് പറയുന്നില്ലേ? എന്റെ പേര് ഭാഷ. ഇങ്ങനെ ബഹളം വെക്കാതെ. ജനങ്ങൾ എനിക്ക് റൗഡിസം ചെയ്യാൻ അനുവാദം തന്നിട്ടുണ്ട്. പിന്നെ എന്നെ കളിയാക്കി സമയം കളയല്ലേ? എടാ കോക്രോച്ചേ, ഇതെന്തോ ലൂസ് പെണ്ണാന്ന് എനിക്ക് തോന്നുന്നേ. അല്ല, ഇവര് തന്നെ വന്ന് റൗഡി ബേബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സത്യ മാസ് ഹീറോ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ? ഏയ്, ഈ സംസാരം ഇവിടെ വെച്ച് തന്നെ നിർത്തിക്കോ. എനിക്ക് റൗഡി ബേബി എന്നുള്ള പേര് എങ്ങനെയാ വന്നെന്ന് പ്രാക്ടിക്കൽ ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. പ്രാക്ടിക്കലായിട്ട് ഞാൻ ചിന്തിച്ചാ മതിയോ? ആരാടാ ഇവിടെ സത്യ? പറയടാ. ചേട്ടാ, സത്യം ഇവിടെ ഇല്ല. പിന്നെ വാ. എന്നെ പറ്റിക്കാൻ നോക്കണോ? എവിടെയാടാ സത്യ? എത്രയും പെട്ടെന്ന് വരാൻ പറ. ഞങ്ങളുടെ അണ്ണനെ കാണാൻ വരാൻ പറഞ്ഞപ്പോ അവൻ താല്പര്യമില്ല എന്ന് പറഞ്ഞോ? എന്ത് ധൈര്യം ഉണ്ടായിട്ട് അത് പറയാൻ? അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. വേഗം വരാൻ പറ. എന്തിനാ ഷോ കാണിക്കുന്നേ? ഓൾറെഡി ഒരു ഡീലിംഗിലാണല്ലോ. ഈ ഗ്യാപ്പില് നിങ്ങളുടെ ഗോള് വേണോ? അവൻ ഇവനൊന്നും പറയാൻ നിൽക്കണ്ട. മര്യാദ ഇങ്ങോട്ട് വന്നാ മര്യാദ അങ്ങോട്ടും കിട്ടും. എന്റെ അണ്ണനോട് കളിക്കാൻ നിന്ന ലൈഫ് തന്നെ തീർത്തളയും ഞങ്ങള്. ഇതുപോലൊരു വർക്ക്ഷോപ്പ് ഇട്ട് വലിയ ആള് കളിക്കാൻ നിന്നാലുണ്ടല്ലോ അടിച്ചൊതുക്കി കളയും. ഹലോ, ഇത് ഞങ്ങൾ സത്യയുടെ അച്ഛന്റെ ഗാരേജാ. തോന്നിയത് പോലും ഇവിടെ മിണ്ടാൻ പറ്റില്ല. ഞങ്ങളുടെ സത്യം ഇങ്ങനെ ഓവറായിട്ട് പറഞ്ഞാലുണ്ടല്ലോ. അവനെന്താ അത്ര വലിയ സംഭവമാണോ? ഇനി ഇതുപോലെ ബിൽഡപ്പ് ഇട്ട എന്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾ കാണും. നിങ്ങൾ എന്തിനാ വായി തോന്നുന്ന ഓരോന്നിങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ടേ ഇരിക്കുന്നേ? ഇത് സത്യയുടെ അച്ഛന്റെ ഗ്യാരേജ് ആണെന്ന് പറഞ്ഞില്ലേ? അതിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. മരിച്ചുപോയ ആളുകൾക്ക് എപ്പോഴും റെസ്പെക്ട് കൊടുക്കണം. അതെ, പെണ്ണുങ്ങളായാലേ അടങ്ങി ഒതുങ്ങി ഒരു സൈഡിൽ ഇരുന്നോളണം. അല്ലാതെ ആവശ്യമില്ലാത്ത സംസാരിക്കാൻ വന്നാലുണ്ടല്ലോ. വില്ലനായ നിങ്ങൾ തന്നെ സെന്ററിൽ നിന്ന് സംസാരിക്കുമ്പോ ഇവിടെ നായികയായിട്ടുള്ള ഞാനെന്തിനാ മാറി നിൽക്കുന്നേ? വലിയ ആള് കളിക്കുന്നൊന്നും എനിക്ക് പണ്ടേ ഇഷ്ടമല്ല, മനസ്സിലാക്കിക്കോ. അല്ല, ആരാടാ ഇവള്? നമ്മുടെ സത്യയുടെ റേഞ്ചിൽ സംസാരിക്കുന്നുണ്ടല്ലോ. അല്ല, ഇവന്മാരെ പോലുള്ള ചെറിയ പിള്ളേര് കൂടെ ഉള്ളതിന്റെ അഹങ്കാരാണോ? ഒക്കത്തിന് തീർത്ത് കളയും ഞാൻ. എടോ, നിൽക്കുന്ന സ്ഥലം ഏതാന്ന് അറിഞ്ഞിട്ടുണ്ടോ ഡയലോഗ് സംസാരിക്കാൻ? ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. സത്യം നിങ്ങളുടെ കണ്ടീഷൻസ് ഒന്നും അംഗീകരിക്കാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇവിടെ വന്ന് സംസാരിക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല. സത്യ വരുന്നതിന് മുമ്പ് വേഗം ഇവിടുന്ന് പോവാൻ നോക്കിക്കോ. ഇല്ലെങ്കിൽ ആരും വന്നതുപോലെ തിരിച്ചു പോവില്ല. ആരാടാ ഈ സത്യ? ആരാടാ അവൻ? ഇറങ്ങി വരാൻ പറടാ. അങ്ങനെ ഏതോ ഒരുത്തനല്ല സത്യം. സത്യ അവള.